ജിന്നിനോട് ചോദിക്കല് ഹറാമെന്നൊരു ഭാഗം, ഒരു വിഭാഗം പറയുന്നത് ഷിർക്കാണെന്ന്. മൂന്നാമതൊരാള് ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഷിർക്കാണല്ലോ കുറച്ചും കൂടെ സ്ട്രോങ്, നമുക്ക് ഷിർക്കിൽ നിന്നാ പോരെ, ഈ വസ്വാസൊക്കെ ഒഴിവാക്കാലോ എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ സ്ഥിതി എന്താ? ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഇസ്ലാമിൽ നമ്മുടെ വകയായി ഒരു നിയമം ഉണ്ടാക്കാൻ നമുക്ക് വകുപ്പില്ല. അള്ളാഹു റസൂലും ഷിർക്ക് എന്ന് പഠിപ്പിച്ചത് ഷിർക്ക് അല്ല എന്ന് പറയാനോ, ഷിർക്ക് അല്ല എന്ന് പഠിപ്പിച്ചത് ഷിർക്ക് ആണെന്ന് പറയാനോ നമുക്ക് അധികാരമില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതായാലും ഉദാഹരണം പറ്റുമല്ലോ. പിന്നെ ഇപ്പൊ ജമാഅത്തുകാര് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു മദ്യത്തിനെതിരെ. അങ്ങനെ അവർ നാട് നീളെ പ്രസംഗിച്ചു മദ്യപാനം ഷിർക്കാകുന്നു. അപ്പൊ മദ്യപാനങ്ങൾക്ക് വളരെ ബേജാറായി, മദ്യപാനം ഷിർക്ക നമുക്ക് അറിയില്ലല്ലോ. അവര് വ്യാപകമായി പോസ്റ്ററും ബാനറും എല്ലാം കൂടി ആയി ഷിർക്ക് ഷിർക്ക് ഷിർക്ക്. അപ്പൊ നമ്മൾ രംഗത്തിറങ്ങി മദ്യപാനം ഷിർക്കല്ല, ഹറാമാണ്. അപ്പൊ ജമാഅത്തരം പറയാ, എന്താ മുജാഹിദ് ഉണ്ടാക്കി കേട്ടിങ്ങാറ്, ഞങ്ങളിപ്പോ ഷിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ആകെ പേടിച്ച് ഇവിടുത്തെ മദ്യശാപ പൂട്ടാൻ നിൽക്കുക. അപ്പോഴാ നിങ്ങളെ ഹറാം എന്ന് പറഞ്ഞത്. ഇത് ഷിർക്കിന് തൽക്കാലം പറഞ്ഞ ആ ഷാപ്പെങ്കിലും പൂട്ടൂലേ, തൽക്കാലം ഒരു 6 മാസം ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യണ വരെ നിങ്ങൾ ഷിർക്കിന്ന് പറയും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ഹറാമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ജമാഅത്തിന്റെ ദീന് മാറ്റാം, പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പൊ എന്നപോലെ ഷിർക്കിന് അല്ല പറഞ്ഞതിനെ വസിയത്ത് ഷിർക്കിനാക്കി മാറ്റാൻ പറ്റൂല. വസിയത്ത് ഷിർക്ക് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിനെ ഷിർക്കിനാക്കി മാറ്റാനും പറ്റൂല. അല്ലാഹും റസൂലും ഏതിനെ കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞോ അത് ഷിർക്ക്, ഏത് ഹറാം എന്ന് പറഞ്ഞോ അത് ഹറാം, ഏത് കറാഹത്ത് എന്ന് പറഞ്ഞോ അത് കറാഹത്ത്. അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ മാറ്റുമ്പോൾ അല്ലാഹുവിന്റെ ദീനിൽ പുതിയ നിയമം നമ്മുടെ വക ഉണ്ടാക്കലാണ്. 2. മൂന്നാമതായി ഇത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് അഭൗതികമായ വിളിക്ക് അംഗീകാരമുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ വാദം എന്താ? അഭൗതിക വിളി ഷിർക്കല്ല, അത് നബിയും സഹാബത്തും പഠിപ്പിച്ചതാണ്, അത് താബിഈങ്ങൾ ചെയ്തതാണ്, 114 പാരമ്പര്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇസ്തിഗാസക്ക് പാരമ്പര്യമുണ്ട്. വഹാബികൾ പുത്തൻവാദികളാണ്. നമ്മളെന്താ പറഞ്ഞത്? നിങ്ങൾ ഇസ്തിഗാസക്ക് ഒരു പാരമ്പര്യവുമില്ല, നിങ്ങളാണ് പുത്തൻവാദികൾ. അതുകൊണ്ട് ഈ ഇസ്തിഗാസ ഷിർക്ക് തന്നെ, കാരണം ഇത് അഭൗതികമാണ്. ഈ വിളിയും അഭൗതികമാണെന്ന് വന്നു കിട്ടിയാൽ സുന്നികളെ സംബന്ധിച്ച് എന്തായി? അഭൗതിക വിളി ഇബ്നു അബ്ബാസ് അംഗീകരിച്ചുവെന്നായി, അഭൗതിക വിളി ഇമാം അഹ്മദ് ചെയ്തുവെന്നായി, അഭൗതിക വിളി ഇമാം തബറാനി അംഗീകരിച്ചുവെന്നായി, അഭൗതിക വിളി ഇമാം ബൈഹഖി അംഗീകരിച്ചുവെന്നായി, അഭൗതിക വിളി നബവിയും ഉസ്താദുമാരും ചെയ്തുവെന്നായി, അഭൗതിക വിളി ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും അംഗീകരിച്ചുവെന്നായി, അഭൗതിക വിളി ഇമാം ഷൗക്കാനി ചെയ്തുവെന്നായി. അപ്പൊ ഒരിക്കെന്ത് പറയാ, വഹാബികളെ ഞങ്ങൾക്ക് ആ പാരമ്പര്യം എന്ന് മനസ്സിലായില്ലേ? അഭൗതിക വിളിക്കാണ് പാരമ്പര്യം, ഇസ്തിഗാസക്ക പാരമ്പര്യം, നിങ്ങൾ പുത്തൻവാദികൾ തന്നെ എന്ന ഓലവാദം സ്ഥിരപ്പെടും. അതുകൊണ്ട് ഇത്രയും കാലം ഈ വിളി അഭൗതികമല്ല 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 നമ്മൾ പറഞ്ഞപ്പോ ഒരു കുടുങ്ങി. അവസാനം 2012 മൂവാറ്റുപുഴ സംവാദത്തിൽ ഹനീഫ് കായിക്കൂടി പറഞ്ഞു, ഈ വിളി അഭൗതികം തന്നെ, ദുആ തന്നെ, ഇത് ശിർക്ക് തന്നെ, അത് ആര് ചെയ്താലും ശിർക്ക് തന്നെ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. ഓൾക്ക് കിട്ടേണ്ടത് എന്താ? ഇത് അഭൗതിക വിളിയാണ്, ഇത് ശിർക്കാണ് ഓൾക്ക് കിട്ടേണ്ടത്. എന്നാ ഓ രക്ഷപ്പെട്ടു. ലോകത്ത് ഈ യാഇബാദത്തിന്റെ വിളി ശിർക്കാണ് ലോകത്ത് പറഞ്ഞത്. ഒന്ന് ശിയാക്കൾ, മറ്റൊന്ന് സൂഫികൾ, മറ്റൊന്ന് ഖുബൂരികൾ. ഇവരാണ് ഇത് അഭൗതിക വിളിയാണ് എന്ന് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സലഫികൾ പറഞ്ഞത് അഭൗതിക വിളി അല്ലാന്ന്. ഇപ്പൊ നമ്മളെ കൂട്ടരും പറയാൻ തുടങ്ങി ഇത് അഭൗതികം തന്നെയാണ്. അപ്പൊ ഓര് പറഞ്ഞ ആ വാദം അംഗീകരിച്ചു. എന്നിട്ട് നൗഷാദ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാ പിന്നെ ശിർക്കല്ലാത്തോണ്ടാവുക, മുശ്രിക്കല്ലാത്തോണ്ടാവുക? നിങ്ങൾ സ്റ്റേജിലിരിക്കുന്ന നിങ്ങൾ 4 ആള് മാത്രല്ലേ ലോകത്ത് തൗഹീദുകൾ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാരും മുശ്രിക്കായില്ലേ? എന്നാൽ നിങ്ങളെയും മുശ്രിക്കാക്കി തരാം. അതെന്താ പറഞ്ഞത്? സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ അഭൗതികമായ സഹായവും അഭൗതികമായ ഉപദ്രവവും ശൈത്താൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ടേ? അപ്പൊ നിങ്ങളും ശിർക്കിലായില്ലേ? അപ്പോഴാ പറഞ്ഞൊപ്പിച്ചത്, അഭൗതികമായി സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കില്ല, ചോദിച്ചാലേ കുഴപ്പമുള്ളൂ, വിശ്വസിച്ചാൽ കുഴപ്പമില്ല. ഇനി നോക്കി, ഇനി സംവാദം ഉണ്ടെങ്കിൽ നൗഷാദ് മുസ്ലിയുടെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും?
മൂവാറ്റുപുഴയിൽ നിങ്ങൾ പറഞ്ഞല്ലോ അഭൗതികമായി സഹായിക്കുന്നത് വിശ്വസിച്ചാൽ ശിർക്കാവൂല. അതുപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന്, മുഹീദ്ദീൻ ശൈഖ് ഹാജരാകുമെന്ന്, മുഹീദ്ദീൻ ശൈഖ് ഞങ്ങളെ കാണുമെന്ന്, മുഹീദ്ദീൻ ശൈഖ് ഞങ്ങൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ സഹായം ചോദിക്കുന്നില്ല. ഈ വിശ്വാസം ശിർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ന്യായമുള്ളത്? എന്താ പറയാ? എന്നാ പിന്നെ അതൊന്നും ശിർക്കല്ല എന്ന് പറയേണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ അപകടം. ആ അപകടം മുന്നിൽ കണ്ടിട്ട് ലബ്ബാദാരിമി അന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഹനീഫ ഇത്രയും കാലം പറഞ്ഞ മറുപടി എന്തോ, മണ്ണാർക്കാട് കൊടുത്ത മറുപടി എന്തോ, അത് പറഞ്ഞാൽ മതി കേട്ടോ, അപ്പുറം പറയണ്ട. പക്ഷെ അപ്പുറം പറഞ്ഞു, അപകടം ഉണ്ടായി. എന്നിട്ട് നമ്മൾ ശിർക്കപ്പെട്ടു എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ മന്ത് മറ്റേ കാതിലാണ്.